You've been talking about patience, hoping for everlasting. You're known for talking. വെൽക്കം ബാക്ക് ടു NKL പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് എന്താ നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ പ്രിവ്യൂ കണ്ടതുപോലെ ആ ഒരു CC നമുക്ക് എങ്ങനെ അലൈറ്റ് മോഷനിൽ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു CC നമ്മുടെ വീഡിയോയിലൊക്കെ അപ്ലൈ ചെയ്യാൻ കഴിഞ്ഞാണ്. അപ്പം ലോ എൻ്റെ ഡിവൈസിലൊക്കെ ഉള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു CC ആണിത്. അതായത് അധികം സ്റ്റക്കും കാര്യങ്ങളൊന്നും വരികയൊന്നും ചെയ്യില്ല. അതായത് നിങ്ങൾ അലൈറ്റ് മോഷനിൽ ഓവർലോഡ് ആവാത്ത രീതിയിൽ എങ്ങനെ നമുക്കൊരു CC അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇതാ ഞാൻ ഇവിടെ അലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്തിട്ട് ഇതുപോലൊരു ഇമേജ് ഞാൻ ഇവിടെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ശേഷം ഞാൻ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഒരു റെക്റ്റാങ്കിൾ ആഡ് ചെയ്തിട്ടുണ്ട്. ശേഷം ഫിൽ സ്ക്രീൻ ചെയ്തതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് സൂം ചെയ്യുന്നുണ്ട്. ഓക്കെ, ശേഷം ആ ഒരു റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്യുക. ശേഷം എഫക്റ്റ് പോവുക, ആഡ് എഫക്റ്റ് പോവുക, ഒതേഴ്സിൽ പോയിട്ട് കോപ്പി ബാക്ക്ഗ്രൗണ്ട് എഫക്റ്റ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ശേഷം നമ്മൾ വീണ്ടും ആഡ് എഫക്റ്റ് പോവുക, കളർ ആൻഡ് ലൈറ്റ് പോയിട്ട് ഈ ഒരു കളർ ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു എഫക്റ്റ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ശേഷം ഇതിൻ്റെ വാല്യൂ നമ്മൾ നല്ലോണം ഒന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. 17 ഈ ഒരു വാല്യൂ സെറ്റ് ചെയ്യുക, 17000. ഓക്കെ, ഈ ഒരു വാല്യൂ സെറ്റ് ചെയ്തതിന് ശേഷം ബാക്ക് വരാം. ഫുള്ളായിട്ട് ബാക്ക് വന്നതിന് ശേഷം ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റി പോവുക. അതിൽ താഴേക്ക് വന്നാൽ കളർ എന്നുള്ള ഓപ്ഷൻ കാണാം. ആ കളർ എന്നുള്ള ഓപ്ഷനിൽ വീണ്ടും നമ്മൾ കളർ കൊടുത്തിട്ട് അതിൻ്റെ വാല്യൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സെറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ വീഡിയോയിൽ സ്യൂട്ട് ആവുന്ന രീതിയിലൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിതാ ഈ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ചെറിയൊരു ഡിഫറൻസ്. ഓക്കെ, ശേഷം നമ്മൾ വീണ്ടും ഒരു റെക്റ്റാങ്കിൾ ഇതിലേക്ക് ആഡ് ചെയ്യുക. ശേഷം ഫിൽ സ്ക്രീൻ കൊടുക്കുക. ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് സൂം ചെയ്തതിന് ശേഷം ആ ഒരു ലെയർ സെലക്ട് ചെയ്യുക, എഫക്റ്റ് പോവുക, ആഡ് എഫക്റ്റ് പോവുക, ഒതേഴ്സിൽ പോയിട്ട് കോപ്പി ബാക്ക്ഗ്രൗണ്ട് എഫക്റ്റ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അത് ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും ആഡ് എഫക്റ്റ് പോവുക, കളർ ആൻഡ് ലൈറ്റ് പോയിട്ട് സാച്ചുറേഷൻ ആൻഡ് വൈബ്രൻസ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം അതിൻ്റെ സാച്ചുറേഷൻ വന്നൊരു -25 സെറ്റ് ചെയ്യുക. ഓക്കെ, 25 സെറ്റ് ചെയ്യുക. ശേഷം നമ്മൾ വീണ്ടും ആഡ് എഫക്റ്റ് പോവുക, കളർ ആൻഡ് ലൈറ്റ് പോയിട്ട് എക്സ്പ്ലോഷർ ആൻഡ് ഗാമ സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്യുക. അതിൻ്റെ എക്സ്പ്ലോഷർ വാല്യൂ 0.03 സെറ്റ് ചെയ്യുക, 0.03 സെറ്റ് ചെയ്യുക. ശേഷം നമ്മൾ വീണ്ടും ആ ലെയറിൽ തന്നെ ആഡ് എഫക്റ്റ് പോയിട്ട് ബ്ലറ് പോയിട്ട് ഷാർപ്പൺ ആഡ് ചെയ്യുക, ഈ ഒരു ഷാർപ്പൺ എഫക്റ്റ് ആഡ് ചെയ്യുക. ശേഷം റേഡിയസ് നമ്മൾ ഫുള്ളാക്കി ഇട്ട് കൊടുക്കുക. നമ്മളതിൻ്റെ വാല്യൂ വന്ന് ഒരു 0.03 0.0304 ആ ഒരു റേഞ്ചിൽ സെറ്റ് ചെയ്യുക. ഓക്കെ, ഞാനിവിടെ ഒരു 0.04 സെറ്റ് ചെയ്തിട്ടുണ്ട്. ശേഷം ബാക്ക് വരാം. അപ്പോൾ ഇതാണ് ആ ഒരു 2 റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ആഡ് ചെയ്യേണ്ടത് ഈ ഒരു ക്ലിപ്പിലാണ്. ആ ഒരു ക്ലിപ്പ് സെലക്ട് ചെയ്യുക. ശേഷം എഫക്റ്റ് പോവുക, ആഡ് എഫക്റ്റ് പോവുക. നമ്മളിവിടെ കളർ ആൻഡ് ലൈറ്റ് പോയിട്ട് നമ്മൾ ഇതാ ഈ ഒരു ലൈറ്റ് ഗ്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു എഫക്റ്റ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്യുക. ശേഷം നമ്മൾ ഈ ഒരു ത്രഷോൾഡിൽ വന്നിട്ട് നമ്മൾ അതിൻ്റെ വാല്യൂ ഒരു ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്യുക. ശേഷം നമ്മൾ ഇതിൻ്റെ വാല്യൂ ഒരു 0.90 ശേഷം നമ്മൾ ബ്ലെൻഡിങ് ഒരു 10% സെറ്റ് ചെയ്യുക, 10%. ഓക്കെ, ശേഷം വേറെ മാറ്റമൊന്നും വരുത്തണ്ട. ഓക്കെ, ഇതാണ് നമ്മൾ ആ ഒരു CC എന്ന് പറയുന്നത്. സിമ്പിളായിട്ടുള്ളൊരു CC ആണ്. അപ്പോൾ നിങ്ങളുടെ വീഡിയോയിലൊക്കെ യൂസ് ആവും. ഇതൊരു ലോ എൻ്റെ ഡിവൈസുകൾക്കൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്. അതായത് അലൈറ്റ് മോഷനിൽ കൂടുതൽ എഫക്റ്റും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുമ്പോൾ ലാഗ് വരുന്ന കുറച്ച് പേരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു CC റെക്കമെൻഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇതിലേക്ക് ഒരു റെക്റ്റാങ്കിളും കൂടി ആഡ് ചെയ്തിട്ട് നമ്മൾ ഒതേഴ്സിൽ കോപ്പി ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ ഒതേഴ്സിൽ തന്നെ പോയിട്ട് ഈ ഒരു RGB എന്ന് പറയുന്നുള്ള ഈ ഒരു എഫക്റ്റ് ആഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇതൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള CC ഒക്കെ കിട്ടും.
ഓക്കെ, ഈ ഒരു സി സി വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ചെറിയ കുറച്ച് എഫക്റ്റൊക്കെ മാറ്റിയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നല്ല കുറേ സി സീസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതുപോലുള്ള സി സിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ കഴിഞ്ഞാണ്. ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്താൽ മതി. ഇതൊരു ഓപ്ഷണലായിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി നോക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ലഭിക്കാൻ വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ബൈ.